ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറന്നാകല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ഗോതമ്പ് വെച്ച് ഇടിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കിഴങ്ങും അതുപോലെ തന്നെ കിഴങ്ങിൻ്റെ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇടിയപ്പമായിട്ട് കോമ്പിനേഷൻ കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ പെട്ടെന്ന് കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് റെഡിയാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് അടിക്കുന്ന സമയം നമുക്ക് പെട്ടെന്ന് ഗോതമ്പാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആശീർവാദിന് ഗോതമ്പാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ചൂടുവെള്ളം ചൂടാക്കി ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഞാനൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുഴച്ചപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഈ പീച്ചുന്നതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഇങ്ങനെ കറക്കി എടുക്കാം കേട്ടോ. പെട്ടെന്നാണ് കേട്ടോ കറക്കി എടുക്കുക. നല്ല ചൂടോടെ വെച്ച് കൊടുക്കുന്നതാണ് പെട്ടെന്ന്. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ എല്ലാത്തിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തേങ്ങ വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് കറക്കി എടുക്കുന്നത് പെട്ടെന്ന് സിമ്പിളായിട്ട് വരും. കാരണം നല്ല ചൂടോടെ ഇരിക്കുമല്ലേ അത്. കാരണം അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ കറക്കി എടുത്തിട്ടുണ്ട്. കറക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. പെട്ടെന്നാണ്, വളരെ പെട്ടെന്ന്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, നല്ല കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു സ്റ്റൈലിനേക്കാളും കുറച്ചുകൂടെ വെള്ളം കൂട്ടിയിട്ട് കുഴച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഇറക്കി എടുക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് കിഴങ്ങിൻ്റെ ഒരു മസാലയാണ്. കിഴങ്ങും ക്യാരറ്റും എല്ലാം ഇട്ടത്. പിന്നെ കുറച്ച് പ്രൗൺസ് ഉണ്ട്, അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൂടെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാലൻസ് ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. പിന്നെ എന്താ, പാല് കാച്ചി വെച്ചു, ചായ തിളപ്പിച്ച് വെച്ചു, ചൂടുവെള്ളം കുറച്ചുകൂടെ തിളപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. കിഴങ്ങിൻ്റെ മസാല കാണിച്ചു തരാണ്. ഇതാ നമ്മൾ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്ന മസാലയാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഇടിയപ്പമൊക്കെ നന്നായിട്ട് സെറ്റായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇടിയപ്പമാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ പോവാണ്. ഞാൻ ടേബിളിൻ്റെ പുറത്ത് ഓരോന്നോരോന്നായിട്ട് കൊണ്ട് വെക്കുന്നത് കാണിച്ചില്ല. ആദ്യം ചൂടുവെള്ളവും ഗ്ലാസ്സും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നീട് കൊണ്ടുവച്ചത് പ്ലേറ്റാണ്. പിന്നീട് ഞാൻ വേസ്റ്റ് ഇടുന്ന പ്ലേറ്റ്. പിന്നെ കാസറോള് നമ്മുടെ ഇടിയപ്പം 2 കൊണ്ടുവച്ചു. പിന്നെ കിഴങ്ങേറി കൊണ്ടുവച്ചു. കടലക്കറി എടുത്തോണ്ട് വെച്ചു. അങ്ങനെ ചുമ്മാ ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ കാണിക്കുവാണേ. പിന്നെ പ്രൗൺസ് ഫ്രൈ ആക്കിയത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ചായ കൊണ്ടുവച്ചു. കപ്പിനകത്ത് ഒഴിച്ച് ചൂട് ചായ എല്ലാവർക്കും കൊണ്ടുവച്ചു. പിന്നെ അക്കുനും അമ്മനും പാലാണ് കൊണ്ടുവച്ചു. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പാല് കൊണ്ടുവച്ചു. അപ്പം ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇടിയപ്പവും കുറച്ച് കിഴങ്ങ് മസാലയും അതുപോലെ തന്നെ പ്രൗൺസ് ഫ്രൈ. അങ്ങനെ ഞങ്ങൾ ബാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ഇരുന്ന് കഴിച്ചതിന് ശേഷിട്ട് നമ്മുടെ ടാങ്ക് വന്ന് നോക്കിയേ, ഫുള്ള് പാത്രമായിട്ട് കിടക്കണം. ഇതെല്ലാം ഇനി വാഷ് ചെയ്ത് വെക്കണം. അതേപോലെ ടേബിളിൻ്റെ മുകളിലൂടെ കാണിച്ചത് എല്ലാം സെറ്റായി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതിന് ബൈ. താങ്ക് യു.